നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എക്സിറ്റ് പോളുകൾ മുച്ചൂടും പാളിയപ്പോൾ ഒരൊറ്റ കാര്യത്തിൽ അവർ ശരിയായി. കേരളത്തിലെ BJPയുടെ മുന്നേറ്റം. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നായിരുന്നു മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. ത്രികോണ പോരാട്ടം നടന്ന തൃശൂരിൽ 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിയാണ് ഇപ്പോൾ BJPയുടെ അക്കൗണ്ട് തുറന്നത്. പാർട്ടി ചിലവിലല്ല, തൻ്റെ വ്യക്തി വൈഭവത്തിലാണ് അക്കൗണ്ട് തുറന്നത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു വച്ചുവെങ്കിലും BJPയുടെ പ്രകടനം അത്ര വ്യക്തിപ്രഭാവത്തിൽ മാത്രമായിരുന്നില്ല. കേരളത്തിലെ മറ്റ് 3 മണ്ഡലങ്ങളിലെ BJPയുടെ മിന്നുന്ന പ്രകടനം കാണാതെ പോകരുത്. ഇത് CPMൻ്റെ ശവക്കുഴി തോണ്ടുന്ന പ്രകടനം തന്നെ. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തമായി BJP മത്സരരംഗത്തുണ്ടാകും എന്ന സൂചനകളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് കാട്ടിത്തരുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലായി ഏകദേശം 11 നിയമസഭാ മണ്ഡലങ്ങളിലെ മിന്നുന്ന പ്രകടനം തന്നെയാണ് BJPയെ ഇക്കുറി വേറിട്ട് നിർത്തുന്നത്. ലോക്സഭയിൽ അക്കൗണ്ട് തുടങ്ങി എന്നിടത്തല്ല, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് പിടിക്കും എന്നിടത്താണ് BJPയുടെ കരുത്ത്. ആറ്റിങ്ങലിൽ 2019 ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇക്കുറി V മുരളീധരൻ പെട്ടിയിലാക്കി. അന്ന് ശോഭാ സുരേന്ദ്രൻ 2,48,081 വോട്ടുകളാണ് നേടിയതെങ്കിൽ ഇക്കുറി മുരളീധരനത് 3,11,459 ഉയർത്തി. V ജോയിയുടെ തൊട്ടടുത്ത്. ത്രികോണ മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തിയ അടൂർ പ്രകാശിന് ലഭിച്ച വോട്ടുകളേക്കാൾ വെറും 16,394 വോട്ടുകളുടെ കുറവ് മാത്രം. ഒന്നുകൂടി ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ എന്നൊരുപക്ഷെ V മുരളീധരന് തോന്നുന്ന നിമിഷങ്ങൾ. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് ഇനി V മുരളീധരൻ തൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമാക്കും. കൂടുതൽ വ്യക്തതയോടെ BJPക്ക് വളർന്നു കയറാൻ കഴിയുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. തിരുവനന്തപുരത്തെ തീരദേശ മേഖലകൾ തന്നെയാണ് എക്കാലത്തും തരൂരിൻ്റെ കോട്ടകൾ. അതുകൊണ്ട് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുകയും വരും തെരഞ്ഞെടുപ്പുകളിൽ ആറ്റിങ്ങലിൽ വിജയക്കൊടി പാറിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ BJPയുടെ ലക്ഷ്യം. ആറ്റിങ്ങലുമായി താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തെ BJPയുടെ വിജയമാണ് കൂടുതൽ പ്രയാസം. തിരുവനന്തപുരം സിറ്റിയിലും വട്ടിയൂർക്കാവിലും നേമത്തുമൊക്കെ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കഴിയും BJP സ്ഥാനാർത്ഥിക്ക്. എന്നാൽ കോവളവും നെയ്യാറ്റിൻകരയും പാറശാലയും ഒക്കെ വിനയാകും. ഇതാണ് എല്ലാ കാലത്തും ശശി തരൂരിൻ്റെ കരുത്ത്. ഇക്കുറി തീരദേശ മേഖലയിലെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാം എന്ന പ്രതീക്ഷയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഏറ്റവും ഒടുവിൽ വീണുടഞ്ഞത്. അവസാന നിമിഷം വരെ മുന്നിൽ നിന്നതിനു ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിന് മുന്നിൽ ഒടുവിൽ കീഴടങ്ങിയത്. അതും വെറും 16,077 വോട്ടുകൾക്ക്. ശശി തരൂരിന് ലഭിച്ചത് 3,58,155 വോട്ടുകൾ. രാജീവ് ചന്ദ്രശേഖരന് 3,42,078 വോട്ടുകൾ. രാജീവ് ചന്ദ്രശേഖർ പിടിച്ച കൂടുതൽ വോട്ടുകൾ LDF ക്യാമ്പിൽ നിന്നാണ് എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ LDFിൽ നിന്ന് BJPയിലേക്ക് വോട്ടിൻ്റെ കുത്തൊഴുക്ക് എന്ന് നമുക്കിനി പറയേണ്ടി വരും. മറ്റൊരു മണ്ഡലം കൂടി പൂർണ്ണമായി വിശകലനത്തിന് വിധേയമാക്കണം. 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എങ്കിലും ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വോട്ട് വിഹിതം ഉയർത്തിയ ആ അത്ഭുത കാഴ്ച. ഇക്കുറി തൻ്റെ വോട്ട് ഷെയർ കുത്തനെ ഉയർത്തി 2,99,648 ശോഭാ സുരേന്ദ്രൻ. അവിടെയാണ് BJP ശോഭാ സുരേന്ദ്രൻ മാജിക്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 28.37% വോട്ടുകളാണ് ശോഭ പെട്ടിക്കുള്ളിലാക്കിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി നേടിയത് വെറും 17.24% വോട്ടുകൾ മാത്രം. 10%-ലധികം വർധനവ്. ചുരുക്കത്തിൽ ആരിഫിൻ്റെ തോൽവിക്ക് കാരണം ശോഭാ സുരേന്ദ്രൻ. LDFിനെ ആലപ്പുഴയിൽ അങ്ങനെ മുച്ചൂടും തളച്ചിട്ടു ശോഭാ സുരേന്ദ്രൻ. ആലപ്പുഴയിലെ ചില നിയമസഭാ മണ്ഡലങ്ങളിലൂടെ നമ്മൾ പരിശോധന നടക്കുമ്പോൾ ശോഭയുടെ ഈ കരുത്ത് നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെടും. സംസ്ഥാനത്ത് BJP വോട്ട് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ വർധനവ് നേടിയ മണ്ഡലവും ആലപ്പുഴ തന്നെയാണ്. ആലപ്പുഴയിൽ NDAയുടെ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ 1,07,000 വർദ്ധിച്ചു. വെറും 40,000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിലുള്ള ആരിഫും ശോഭാ സുരേന്ദ്രനും തമ്മിൽ. LDFിൻ്റെ കോട്ടയായി എക്കാലത്തും നിലകൊണ്ടിട്ടുള്ള ആലപ്പുഴയെ ശോഭാ സുരേന്ദ്രൻ വിറപ്പിച്ചുവെന്നർത്ഥം. ചുരുക്കത്തിൽ ആലപ്പുഴയിൽ ഇനി BJP വെന്നിക്കൊടി പാറിക്കും. ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളിൽ അടുത്ത കാലത്തൊന്നും ഇത്ര വലിയ വിള്ളലുകൾ ഉണ്ടായിട്ടില്ല. അത്രത്തോളം വോട്ടുചോർച്ചയാണ് ഇക്കുറി.
എക്കാലത്തും ഇടതുകോട്ടയായിരുന്ന കായംകുളത്തും ചേർത്തലയിലുമൊക്കെ വോട്ട് കുത്തലിച്ചു പോകുന്ന കാഴ്ച. കായംകുളത്ത് CPM 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇതാണ് BJPയുടെ ശോഭാ സുരേന്ദ്രൻ്റെ മറ്റൊരു വിജയം. കായംകുളത്ത് 2019 AM ആരിഫ് 4297 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയതാണ്. അവിടെ ഇപ്പോൾ KC വേണുഗോപാൽ 1444 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉറപ്പിച്ചു. അതിന് കാരണവും BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് നേടിയത് 48,776 വോട്ടുകൾ. അവിടെ AM ആരിഫിന് ലഭിച്ചതാവട്ടെ 48,020. അതുകൊണ്ട് മാത്രമാണ് 50,216 വോട്ടുകൾ നേടാൻ KC വേണുഗോപാലിന് സാധിച്ചത്. ചുരുക്കത്തിൽ ശോഭയുടെ പ്രകടനം ഇപ്പോൾ തളർത്തുന്നത് CPM-നെ. കായംകുളത്ത് ശോഭാ സുരേന്ദ്രന് AM ആരിഫിനേക്കാൾ 755 വോട്ട് കൂടുതൽ കിട്ടിയെന്ന് പറയുന്നിടത്താണ് BJPയുടെ ശക്തി തെളിയുന്നത്. വരും നാളുകളിൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലപ്പുഴയിലുമൊക്കെ BJP കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നു. ചേർത്തലയിൽ മറ്റൊരു പ്രതിഭാസമാണ് നമ്മൾ പരിശോധനയിൽ കാണുന്നത്. 2019 ആരിഫിന് അവിടെ ലഭിച്ച ഭൂരിപക്ഷം 16,895. ഇക്കുറി പക്ഷേ വേണുഗോപാൽ ഭൂരിപക്ഷം ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചു. 841 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് വേണുഗോപാലിന് ചേർത്തലയിൽ ലഭിച്ചത്. ഇവിടെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ മറ്റൊരു മാജിക്ക്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ NDA സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 22,655 വോട്ടുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അത് 40,474 ആക്കി. ഹരിപ്പാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ പിടിമുറുക്കുമ്പോൾ രമേശ് ചെന്നിത്തല പോലും വിരണ്ടു പോകും. ആരിഫിന് കഴിഞ്ഞ തവണ ഹരിപ്പാട് മണ്ഡലത്തിൽ ലഭിച്ചത് 55,601 വോട്ടുകൾ. എന്നാൽ ഇക്കുറിയത് 41,769 താണു. NDAയ്ക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് 26,238 വോട്ടുകൾ. ഇക്കുറി അത് 47,121 കുതിച്ചു. ചുരുക്കത്തിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ 5,352 വോട്ടുകളാണ് ആരിഫിനേക്കാൾ കൂടുതൽ ശോഭാ സുരേന്ദ്രൻ പെട്ടിയിലാക്കിയത്. ചേർത്തലയിൽ കോൺഗ്രസിന് നേരിയ മേൽക്കൈ ലഭിച്ചുവെങ്കിലും 2019 കണക്കിൽ നിന്ന് വലിയ വോട്ട് ചോർച്ചയുണ്ടായി. ഇതേസമയം 17,819 വോട്ടുകളാണ് BJP ഉയർത്തിയത്. ശോഭാ സുരേന്ദ്രൻ്റെ ആ മാജിക് ആലപ്പുഴയിൽ വ്യക്തമാണ്. 3ാം സ്ഥാനത്തായി ശോഭയെങ്കിലും ആലപ്പുഴയിലെ മത്സരം തിളക്കമുള്ളതായിരുന്നു BJPക്കെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. തിരുവനന്തപുരത്തെ പ്രകടനവും ആറ്റിങ്ങലിലെ മുരളീധരൻ്റെ അത്യുജ്വല പ്രകടനവും ആലപ്പുഴയിലെ 3ാം സ്ഥാനവുമൊക്കെ BJPയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു എന്ന് വ്യക്തം. അവിടെയാണ് തൃശ്ശൂരിങ്ങെടുത്ത സുരേഷ് ഗോപിയുടെ ആ മാജിക്കും. ഇനിയുമുണ്ട് BJP കരുത്ത് കാട്ടിയ ചില മണ്ഡലങ്ങൾ. ആലത്തൂരിൽ TN സരസുവിൻ്റെ മികച്ച പ്രകടനമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ തവണ BDJS അവിടെ മത്സരിച്ചപ്പോൾ അവർക്ക് ലഭിച്ചത് 89,837 വോട്ടുകൾ മാത്രം. എന്നാൽ ഇക്കുറി സരസു നേടിയതാവട്ടെ 1,88,230 വോട്ടുകൾ. കാസർഗോഡ് BJPയുടെ സ്ഥാനാർത്ഥി ML അശ്വിനി ഇത്തവണ നേടിയത് 2,17,669 വോട്ടുകൾ. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ 40,000-ലേറെ വോട്ടുകൾ കൂടുതൽ. LDFന് അവരുടെ ശക്തി കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർന്നടിഞ്ഞു. എല്ലാ കാലത്തും LDFനെ താങ്ങി നിർത്തിയത് തെക്കൻ മേഖലയും വടക്കൻ മേഖലയുമൊക്കെയാണ്. മധ്യ തിരുവിതാംകൂറിൽ പൊതുവെ UDF ചായ്വാണ് തെരഞ്ഞെടുപ്പുകളിൽ കാണാറുള്ളത്. ഇവിടെയാണ് നമ്മൾ കൃത്യമായ വിലയിരുത്തലുകളിൽ എത്തിച്ചേരേണ്ടത്. പല മണ്ഡലങ്ങളിലും BJP മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ അവിടെ തളർന്നടിയുന്നത് LDF തന്നെയാണ് എന്ന് വ്യക്തം. LDFന് കാലിടറി തുടങ്ങിയത് പഴയ ശബരിമല സമരകാലത്തു തന്നെ. അന്ന് LDF അനുഭാവികളായ ധാരാളം വിശ്വാസികൾ നേരെ BJP പാളയത്തിൽ ചെന്നു കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഭരണവിരുദ്ധതയിൽ UDF തരംഗം കേരളത്തിൽ ആഞ്ഞു വീശിയിരിക്കുന്നു. എന്നാൽ BJPയുടെ മുന്നേറ്റം കാണാതിരിക്കാൻ കഴിയില്ല. പശ്ചിമ ബംഗാളിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. LDFിൽ നിന്ന് വലിയ തോതിൽ ഹൈന്ദവ വോട്ടുകൾ BJP പാളയത്തിലേക്ക് ചെന്നുപെട്ടിരിക്കുന്നു. ഇനിയുള്ള നാളുകൾ CPMനെ സംബന്ധിച്ച് തികച്ചും ദുഷ്കരമായിരിക്കും എന്ന് വ്യക്തം. CPMൻ്റെയും LDFൻ്റെയും ഒക്കെ ശവക്കുഴി തോണ്ടുന്നതിൽ വിജയിച്ചത് BJPയുടെ ചില സ്ഥാനാർത്ഥികളാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. ഇനിയുള്ള നാളുകളിൽ LDFിൽ നിന്ന് കൂടുതൽ വോട്ട് ചോർച്ചയുണ്ടായാൽ അതിൽ അതിശയപ്പെടാനില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടനം മികവുറ്റതാവും എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നമ്മോട് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.